അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നാമത്തെ പരാതിക്കാരി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഒന്നാമത്തെ പരാതിക്കാരിയുടെ സത്യവാങ്മൂലത്തിനകത്ത് പറഞ്ഞേക്കുന്നത്. ഞെട്ടി 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 ഞാൻ മടുത്ത് പണ്ടാരം അടങ്ങി. ഇല്ല, ചിരിച്ച് ചിരിച്ച് പണ്ടാരം അടങ്ങുമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഞെട്ടി ഞെട്ടി മടുത്ത്. ഇനി നിങ്ങൾ ഞെട്ടിക്കും, അല്ലാതെ എന്ത് പറയാൻ. ഞെട്ടുന്നതിനൊരു പരിധിയില്ലൂടെ. ഇതൊക്കെ കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങളുടെ അടുത്ത് വേണോ ഈ ഞെട്ടിക്കലൊക്കെ? അപ്പം ഒന്നാമത്തെ പരാതിക്കാരി അന്ന് കണ്ടയാണല്ലോ. പരാതി കൊടുത്തിട്ടില്ലായിരുന്നു അന്ന്, പരാതി ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. പരാതിക്കാരിയായിട്ട് പരാതി പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ പരാതിയൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. പരാതി പറഞ്ഞിട്ട് ആ വഴി കണ്ടം വഴി അങ്ങ് ഓടി. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഇപ്പം ഒന്നാമത്തെ പരാതിക്കാരി ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങളാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും ഞെട്ടിക്കുന്ന കാര്യങ്ങൾ. അപ്പം എന്തായാലും ഞാൻ ഞെട്ടി ഞെട്ടി മടുത്ത്. അപ്പോൾ പരാതിയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുക്കരുത് എന്നാണ് മെയിനായിട്ടുള്ള അതിനകത്ത് ഉദ്ദേശിക്കുന്ന കാര്യം. മെയിനായിട്ട് അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 22-ാം തീയതി ജാമ്യം പരിഗണിക്കുമല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമെന്നും അറിയാം. അപ്പം ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം പരിഗണിക്കേണ്ട ദിവസമായിരുന്നു. അപ്പോൾ അന്ന് കോടതി അത് മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു, 22-ാം തീയതിയിലേക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SIT റിപ്പോർട്ട് കൊടുത്തില്ല എന്നായിരുന്നു. അപ്പം ഇപ്പം നോക്കിക്കോണം. അപ്പോൾ SIT റിപ്പോർട്ട് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് SITയുടെ കയ്യിലെ കുഴപ്പമാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. SIT മനഃപൂർവ്വം അത് റിപ്പോർട്ട് കൊടുത്തില്ല. കാരണം റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങും എത്തത്തില്ലെന്ന് SITക്ക് തന്നെ അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിന് പുഷ്പം പോലെ ജാമ്യം കിട്ടുമെന്ന് അറിയാം. അപ്പം അടുത്തത് 22-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ അതിനിപ്പുറം വെച്ചിട്ട് 22-ാം തീയതി എത്തുന്നതിന് ഇപ്പുറം വെച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറച്ചുകൂടെ ഒന്ന് ഒരു ജാമ്യം നീട്ടിക്കൊണ്ട് പോകാനുള്ള വകുപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു കഥയായിട്ട് വീണ്ടും വന്നേക്കുന്നത്. ഇപ്പം ഒന്നാമത്തെ പരാതിക്കാരി പുതിയൊരു പരാതിയുമായിട്ട് വന്നേക്കുവാണ്. അതിനകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുക്കില്ല. അതാണ് മെയിൻ അജണ്ട. പരാതിയുടെ മെയിൻ അജണ്ട നോക്കിക്കോണം. അതിനകത്ത് മൃഗീയമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം എന്നെ പീഡിപ്പിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ശരീരത്തിലൊക്കെ മുറിവൊക്കെ ഏൽപ്പിച്ചിട്ട് അത് ഫോട്ടോ എടുത്ത് ഫോണിൽ സൂക്ഷിക്കുകയും, അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള നഗ്ന വീഡിയോ എടുത്ത് ഫോണിൽ സൂക്ഷിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ, ഇത് പരാതിക്കകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം വെളിയിൽ ഇറങ്ങിയിട്ട് അതെല്ലാം പ്രചരിപ്പിക്കും. അത് പ്രചരിപ്പിച്ച് എന്നെ ഉപദ്രവിക്കും, എന്നെ അപായപ്പെടുത്തും എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇപ്പം കൊടുത്തേക്കുന്നത്. ഈ സത്യവാങ്മൂലത്തിനകത്ത് പറഞ്ഞേക്കുന്ന ഏറ്റവും വലിയ കോമഡിയും ഏറ്റവും വലിയ വിഡ്ഢിത്തരവും. കാരണം നമ്മളിപ്പം എന്തെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള കള്ളക്കഥകളോ അല്ലെങ്കിൽ കള്ളം കാണിക്കുന്ന സമയത്തോ എല്ലാ ലൂപ്പ് ഹോളുകളും അടച്ചിട്ട് വേണം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയൊരു ഒരു ഓട്ടയുണ്ടെങ്കിൽ, ഒരു ഹോളുണ്ടെങ്കിൽ അതിലേക്കൂടെ എല്ലാം കൂടെ വെളിയിലോട്ട് വരും എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അങ്ങനെ ഒരു സംഭവം ഈ കഥകളൊക്കെ അടിച്ചിറക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റിൻ്റെ പുറകിരിക്കുന്ന ചരട് വലിക്കുന്ന വ്യക്തിക്ക് അങ്ങനെ ഒരു ബോധമില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഏറ്റവും വലിയ വിഡ്ഢിത്തരം ഇതിനകത്ത് പറഞ്ഞേക്കുന്ന വിഡ്ഢിത്തരത്തിനേക്കാളും എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നിയത്. പറഞ്ഞേക്കുന്ന വെച്ചാൽ, രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഒന്നാമത്തെ പരാതിക്കാരി കൊടുത്തേക്കുന്ന സത്യവാങ്മൂലത്തിനകത്താണ് ഇത് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, ജാമ്യം കൊടുത്ത് വെളിയിൽ വിട്ട് കഴിഞ്ഞാൽ, ഈ ഒന്നാമത്തെ പരാതിക്കാരിയുടെ നഗ്ന ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടം പ്രചരിപ്പിച്ച് ഒന്നാമത്തെ പരാതിക്കാരെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ജാമ്യം കൊടുക്കല്ലേ, കോടതി ജാമ്യം കൊടുക്കുകയേ ചെയ്യല്ല എന്നാണ് പറയുന്നത്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 2 ഫോണും പോലീസിൻ്റെ കയ്യിലാണ്. ഇത്രയും ദിവസം കിട്ടിയിട്ട് പോലും പോലീസിന് ഒരു തെളിവും കിട്ടിയില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണിൽ നിന്ന് ഇത്രയും ദിവസമായിട്ട് പോലും. പോട്ട്, ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണ് ലോക്ക് അഴിക്കാൻ പറ്റിയില്ല, ലോക്ക് പറഞ്ഞു കൊടുക്കുന്നില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആ ലോക്ക് അഴിക്കാൻ വേണ്ടിയിട്ട് സാങ്കേതിക വിദഗ്ധരെ, ഇപ്പോൾ IT പ്രൊഫഷണൽ അങ്ങനെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ ആ ഫോൺ ഹാൻഡ് ഓവർ ചെയ്യുന്നിരിക്കട്ടെ. ഇപ്പം ഈ പരാതി കൊടുത്ത ഏറ്റവും വലിയ വിഡ്ഢിത്തരം എന്താണെന്ന് നോക്കണം. അതിനകത്ത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പരിപാടി, കേസ് കെട്ട് എന്താണെന്ന് നോക്കണം. അപ്പോൾ ഈ 2 ഫോണും രാഹുലിൻ്റെ കയ്യിലില്ല എന്നിപ്പം നല്ലതുപോലെ എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. കാരണം പോലീസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, രാഹുലിൻ്റെ 2 ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ടെന്ന്. SITയുടെ കയ്യിലാണെന്ന് 2 ഫോണും എന്ന് നമ്മൾ വാർത്തകളെല്ലാം കണ്ടതാണ്. ഒന്നാമത്തെ ഫോണ് രാഹുലിൻ്റെ കയ്യിലിരുന്ന ഫ്ലിപ്പ് ഫോൺ, സാംസങ്ങിൻ്റെ ഫ്ലിപ്പ് ഫോൺ, അന്ന് തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന അന്ന് തന്നെ
രാഹുലിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ രണ്ടാമതൊരു ഫോൺ ഉണ്ടെന്നറിഞ്ഞപ്പോഴത്തേക്ക് അത് സ്വാഭാവികമാണല്ലോ. ഇപ്പം വഴിയിൽ പോകണം, ഇപ്പം 2 ഫോണോ 3 ഫോണോ അതല്ല ഇവിടുത്തെ പ്രശ്നം. കാരണം വഴിയിൽ കൂടെ പോകുന്ന പിച്ചക്കാരന് വരെ ഇവിടെ 2 ഫോണുണ്ട്. ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് അവരെ ഈ പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു പേഴ്സണൽ ഫോണും കാണും, അല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള പൊതുവായിട്ട് ഉപയോഗിക്കുന്നൊരു ഫോണും കാണും. രണ്ടാമത്തെ ഫോണായിട്ടുള്ളൊരു ഐഫോൺ, അത് പിന്നെ ഈ ഫ്ലാറ്റിൽ പിന്നെ പോയി ചെക്ക് ചെയ്ത് അവിടെ നിന്ന് രണ്ടാമത്തെ ഫോണും കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഫോണും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലില്ല. ഈ ദൃശ്യങ്ങൾ ഇത് ഈ നഗ്ന വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ദൃശ്യങ്ങൾ ഈ 2 ഫോണിൽ ഏതെങ്കിലും ഒരു ഫോണിനകത്താണല്ലോ കാണേണ്ടത്. അപ്പോൾ രാഹുലിൻ്റെ ആകെ ഉണ്ടായിരുന്ന 2 ഫോണാണ് പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. അപ്പോൾ 2 ഫോണും ഇല്ലാതെ രാഹുലിന് ജാമ്യം കൊടുത്താലും രാഹുൽ വെളിയിറങ്ങി വന്നിട്ട് ഈ ദൃശ്യങ്ങൾ എങ്ങനെ പ്രചരിപ്പിക്കും എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പോൾ അതിലൂടെ തന്നെ ആ കഥയുടെ സ്ക്രിപ്റ്റ് പൊളിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊന്നും ഈ സ്ക്രിപ്റ്റ് അടിച്ചിറക്കുന്ന ആൾക്കാർ ഓർത്ത് കാണത്തില്ല കേട്ടോ. എന്തായാലും ആ ഒരു വാർത്തയൊന്ന് കണ്ടു നോക്കാം. അപ്പം സത്യവാങ്മൂലം കൊടുത്തല്ലോ. അപ്പം അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കാരണം അത്രയ്ക്കും, കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയൊക്കെ ക്രൂരനായിട്ടുള്ളൊരു മൃഗമാക്കാവോ അങ്ങനെയൊക്കെ ചിത്രീകരിച്ചാണ് ഈ ഒരു പരാതിയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. തന്നെ ഭീഷണിപ്പെടുത്തി രാഹുൽ നഗ്ന വീഡിയോ ചിത്രീകരിച്ചു. പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ ഈ നഗ്ന ദൃശ്യങ്ങൾ പുറത്താക്കുമെന്ന് ഭയമുണ്ടെന്നും ഹൈക്കോടതിക്ക് നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. മുൻകൂർ ജാമ്യം നിഷേധിച്ച വിചാരണ കോടതി വിധി ചോദ്യം ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേർന്ന് കൊച്ചിയിൽ നിന്ന്. നിതിൻ, രാഹുലിനെ കുറിച്ച് അറിയുന്ന ഓരോ വിവരവും നമ്മളിൽ നടുക്കമുണ്ടാക്കുന്നു. പറയൂ. ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ച പോലെ തന്നെ നടക്കുന്ന വിവരങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഓരോ കേസുകളിൽ നിന്നും പുറത്തു വരുന്നത്. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ, ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഇരിക്കുകയാണ്. ഇതിന് മുന്നോടിയായി തന്നെയാണ് ഇപ്പോൾ ഈ പരാതിക്കാരി അതിജീവിത ഇതിലൊരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. നേരിട്ടത് ക്രൂരമായ ബലാത്സംഗം എന്നാണ് ഈ ആദ്യ കേസിലെ പരാതിക്കാരി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യം നിശ്ചയിച്ച് വിചാരണ കോടതി വിധി ചോദ്യം ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിശോധിക്കാനിരിക്കുകയാണ്. ഇത്തരമൊരു സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ ചിത്രീകരിച്ചു. ആ നഗ്ന വീഡിയോ ഇപ്പോഴും രാഹുലിന്റെ പക്കലുണ്ടെന്നും പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ നഗ്ന ദൃശ്യങ്ങൾ പുറത്താകുമെന്ന ഭയം തനിക്കുണ്ടെന്ന് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ഗർഭചിത്രം നടത്തിയത് ഭീഷണിപ്പെടുത്തിയാണെന്നും പറയുന്നുണ്ട്. സുഹൃത്ത് ജോബി എത്തിച്ച ഗുളികൾ കഴിച്ചത് വീഡിയോ കോളിലൂടെ രാഹുൽ അത് ഉറപ്പാക്കി. അതായത് ഈ ഗർഭചിത്ര ഗുളികൾ അത് ഈ പരാതിക്കാരി അല്ലെങ്കിൽ ഈ അതിജീവിത കഴിച്ചു എന്നുള്ളത് ഉറപ്പാക്കി, വീഡിയോ കോളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പാക്കിയതാണ് പറഞ്ഞിരിക്കുന്നത്. ബലാത്സംഗത്തിനിടെ ഏറ്റ സാരമായ പരിക്കുകൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങളും ഇന്നിപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ശക്തമായ സത്യവാങ്മൂലം, അതായത് ജാമ്യാപേക്ഷ. ഇതിപ്പം ഈ കഥ, തിരക്കഥ, സംഭാഷണം ഇതെല്ലാം ചെയ്തേക്കുന്ന ആൾക്കാർക്ക് തന്നെ മനസ്സിലായി ഇത് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകത്തേ ഉള്ളൂ. ഇത് കോടതി മുഖവിലയ്ക്ക് എടുക്കത്തില്ല. കാരണം കോടതി ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ഈ ഒരു പരാതി തന്നേക്കുന്നത്. പീഡിപ്പിച്ചു, അപ്പം അത് നിരവധി തവണ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കോടതി ഒരു ചോദ്യം ചോദിക്കുക, നിങ്ങളെ എത്ര തവണ നിങ്ങളെ പീഡിപ്പിച്ചു? അപ്പം പരാതിക്കാരി പറയുവാണ് നിരവധി തവണ എന്നെ പീഡിപ്പിച്ചു. അപ്പോൾ കോടതി പറയുവാണ് നിരവധി തവണ പീഡിപ്പിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ആദ്യത്തെ ഒരു തവണ പീഡനമാണെന്ന് അറിഞ്ഞിട്ട് തന്നെ പിന്നെയും അങ്ങോട്ട് കയറി ചെന്ന് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് മറുപടി പറയും? നിരവധി തവണ പീഡിപ്പിച്ചെന്ന് പറയുന്നത്, ഇപ്പോൾ പീഡനം എന്ന് പറയുന്നത് ഒരു തവണയാണ്. ഒരു തവണ നടക്കുമ്പം തന്നെ അത് പീഡനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു തവണ പീഡനമാണെന്ന് മനസ്സിലാക്കിയിട്ടും പിന്നെയും നിങ്ങൾ അങ്ങോട്ട് എന്തിനു കയറി ചെന്നു എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടിയായിരിക്കും ഇവർ പറയുന്നത്? ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ, കാരണം ഇതുവരെ ഈ പറഞ്ഞിട്ടുള്ള ഇപ്പം 3 പരാതികൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ പരാതി ഇപ്പം സത്യവാങ്മൂലം കൊടുത്ത ആദ്യത്തെ പരാതിക്കാരി ആ ഒരു പരാതി പറഞ്ഞിട്ട് ആ വഴിക്ക് പോയതാണ്. ഇപ്പോൾ വീണ്ടും ഇപ്പം വന്നതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുക്കല്ലേ, ജാമ്യം കിട്ടരുത്, അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകണം. നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ എങ്കിലും അതൊന്ന് നീട്ടി കിട്ടണം, അതാണ് ഇവരുടെ ഉദ്ദേശം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പരാതി ബാംഗ്ലൂരിൽ നിന്നുള്ളൊരു പരാതി. അവസാനം അതെന്തായി? അതും പരാതി കൊടുത്തിട്ടില്ല. KPCCക്കാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അതും അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് അതും അതിൻ്റെ വഴിക്ക് പോയി. മൂന്നാമത് അത് ഇമെയിൽ വഴി. അപ്പോൾ ഈ 3 പരാതിക്കാരികളും നേരിട്ട് രംഗത്ത് വന്നിട്ടില്ല. കോടതിയിൽ ഒരു മൊഴിയോ ഈ പറഞ്ഞിട്ടുള്ള കോടതിയിൽ വന്നിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ എവിടെയും ഒരു പരാതി കൊടുത്തിട്ടില്ല. എല്ലാം ഈ പറഞ്ഞിട്ടുള്ള KPCC വഴിയും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മെയിൽ വഴിയും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നിട്ടുള്ള പരാതികളാണ്. ഈ സത്യവാങ്മൂലത്തിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പേര് ഇതുപോലെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിലൊരാൾ പോക്സോയും കൂടെയാണ്. അങ്ങനെ അതും കൂടെ കിട്ടി. ഇത് മുമ്പേ നമ്മൾ പ്രവേശിക്കുകയാണ്. കാരണം പോക്സോയും കൂടെ ഇനി വരാനുള്ളൂ. അത് ഉടനെ വരുമെന്ന് നമ്മളെല്ലാവരും പറഞ്ഞാണ്. നമ്മൾ ഇനിയിപ്പോൾ നോക്കിയോ, ഇത് 10 അല്ല, ഇത് 10 തീരത്തില്ല, 20 തീരത്തില്ല, 30 തീരത്തില്ല. ഇതിങ്ങനെ അങ്ങ് പോവും. ഇതിങ്ങനെ രാഹുലിനെ ഏതുവരെ ഇട്ട്
ചവിട്ടിക്കൂട്ടി കൊണ്ടുപോകാൻ പറ്റുമോ അതുവരെ ഇങ്ങനെ കൊണ്ടുപോകും. ശക്തമായിട്ട് പ്രതികരിക്കണം. ഞാനിപ്പോൾ അതല്ല ആലോചിക്കുന്നത്, ഈ പാലക്കാട്ടുകാരൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ പാലക്കാട്ടിലെ ജനങ്ങൾ എന്താണ് ചെയ്യുന്നത്? കാരണം ആ നാട്ടുകാർക്ക് MLA ഒന്നും വേണ്ടേടേ. ഒരു MLA ആണ് കൊണ്ടുപോയി ഇതുപോലെ ജയിലിൽ ഇട്ടേക്കുന്നത്. ഇതുപോലെ ഓരോ കെട്ടുകഥകൾ തലയെ കെട്ടിവെച്ച് ഇതുപോലെ ദിവസങ്ങളോളം ജയിലിലിട്ട് ഇങ്ങനെ ഇട്ട് നരയിക്കുന്നതൊന്നും നിങ്ങളൊന്നും കാണുന്നില്ലേ? പാലക്കാട്ടുകാരൊന്നും കാണുന്നില്ലേ? എന്തുകൊണ്ട് നിങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല? ഇതിനകത്തൊക്കെ ഉറപ്പായിട്ട് പ്രതികരിക്കണം. നിങ്ങൾക്കൊന്നും MLA വേണ്ട. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അത്രമാത്രം കഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയത്തെ തകർക്കാൻ നോക്കുന്നവർ. ഒരു കാര്യം മനസ്സിലാക്കുക, രാഹുൽ മാങ്കൂട്ടം ഇന്നലെയോ ഇന്നും കൊണ്ട് ഒരു ചുളിവിൽ കയറി വന്ന ഒരാളല്ല. ചുളിവിൽ MLA സ്ഥാനത്ത് വന്ന ഒരാളല്ല. MLA ആയിട്ടുള്ള ഒരാളല്ല. ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ത്യാഗം സഹിച്ച് കൊടി പിടിച്ച് ജയിലിൽ കഴിഞ്ഞ്, ഇതാദ്യമായിട്ടൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടം ജയിലിൽ കിടക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി ഒരുപാട് തവണ ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ കഷ്ടപ്പെട്ട് കയറി വന്നിട്ടുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ആ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ ഒരാൾ വിചാരിച്ചാൽ പോലും നടക്കത്തില്ല. അത് വേറെ കാര്യം. ഇനി ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഒരു വീഡിയോ ഞാനിവിടെ വയ്ക്കാം. കഴിഞ്ഞ ദിവസം ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്ന ഒരു ആഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൻ്റെ ഒരു വീഡിയോ വിഷ്വലും കൂടെ ഞാൻ ഇവിടെ വയ്ക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കഴിഞ്ഞ ദിവസം ആ ആഡിയോയിലൂടെ കുറച്ച് നെറ്റിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള വിഷയത്തിൽ അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള ഒരു സൈഡ് നമ്മൾ കണ്ടതാണ്. അപ്പം അന്ന് തൊട്ട് ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ കാര്യം നമുക്കറിയാവുന്നതാണ്. ഈ ഒരു വിഷയം വരുന്ന സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ സി പി എമ്മിൽ നിന്ന് പുറത്തു വന്നൊരു വ്യക്തിയാണ്. CPM പുറത്താക്കിയതിന് ശേഷമാണ് പിന്നെ കോൺഗ്രസ്സിലേക്ക് വരുന്നത്. അന്ന് തൊട്ടേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സപ്പോർട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ഒരു കള്ളപ്പരാതി വന്ന ആ സമയത്ത് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശ്രീനാദേവി കുഞ്ഞമ്മയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്, CPM നിന്ന് പുറത്താക്കുന്നത്. അതിനുശേഷമാണ് കോൺഗ്രസ്സിലേക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം ആ ഒരു വോയിസ് എല്ലാം നമ്മൾ കേട്ടതാണ്, ഞെട്ടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വിഷ്വൽ ഞാനിവിടെ കൊടുക്കാം, ഒരു വീഡിയോ ഇവിടെ കൊടുക്കാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നമ്മൾ ഈ വിഷയത്തിൽ ഞാൻ അന്ന് ലൈവ് വന്നപ്പോൾ തന്നെ അതിജീവതയെ അധിക്ഷേപിച്ചു എന്നുള്ള തരത്തിൽ ചിലർ പ്രചരിപ്പിച്ചു. അപ്പം അതിജീവതയെ സപ്പോർട്ട് ചെയ്ത് പിന്തുണച്ചു എന്ന് ആ വാർത്തയെ എൻ്റെ ലൈവിലെ ആക്കി തീർക്കേണ്ടവർക്ക് ഉള്ള ചില മെറ്റീരിയലും അതിനുള്ളിലുണ്ടായിരുന്നു. ഞാൻ അതിജീവതയെ അങ്ങേറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിച്ചത്, പരാതിക്കാരെ അധിക്ഷേപിച്ചുകൊണ്ടല്ല സംസാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ത്രീപക്ഷ നിലപാടുകളോ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എടുക്കേണ്ട നിലപാടുകളോ ഒന്നും ആ ലൈവിൽ, ഇപ്പോഴും ലൈവ് ഓൺലൈൻ ഫേസ്ബുക്കിൽ അവൈലബിൾ ആണ്, അതൊന്നും തന്നെ കോട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഒരിടത്തും. അപ്പോൾ അങ്ങനെ പ്രചരിപ്പിക്കേണ്ട ഒരു ആവശ്യമായിരുന്നു മാധ്യമങ്ങൾക്കെങ്കിൽ അതിനുള്ള മെറ്റീരിയലും അതിനുള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളുടെ മിക്സ് ഓഫ് ഒപ്പീനിയൻസ് ആൻഡ് ഇൻ ദാറ്റ് മിക്സഡ് ഒപ്പീനിയൻ കൃത്യമായിട്ട് ചൂസ് ചെയ്ത് ഒരു വൺ സൈഡഡ് ആയിട്ട് ആ കാര്യം പ്രസൻറ്റ് ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്. എന്നിരുന്നാലും ഇപ്പം ഞാൻ ആ വിഷയത്തിൽ നമ്മൾ ദുരൂഹത എന്നതിനപ്പുറത്തേക്ക് ഇപ്പം 3 കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ കേസുകളൊക്കെയും ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്, അതിജീവതയെ അപമാനിച്ചു എന്നുള്ള ലൈനിലേക്ക് പിന്നീട് ഇത് മാറ്റപ്പെടുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മളൊരു സോഷ്യൽ പെർസ്പെക്റ്റീവിലും ലീഗൽ പെർസ്പെക്റ്റീവിലുമാണ് സ്വാഭാവികമായിട്ടും ഏതൊരു വിഷയവും നോക്കിക്കാണുക. അപ്പോൾ ഒരു നാട്ടിലെ നിയമ നീതിന്യായ വ്യവസ്ഥ ഒരാൾ ചെയ്തത് തെറ്റല്ല എന്ന് വിധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അയാളെ കുറ്റക്കാരനെന്ന് വിളിക്കുവാനുള്ള ധാർമ്മികമായ നിയമപരമായ അവകാശമില്ല. കാരണം നമ്മളെല്ലാം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ നിയമവ്യവസ്ഥയാണ്, നാട്ടിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയാണ്. അപ്പോൾ അതിനോട് അനുകൂലമായിട്ടാണോ ഈ വിഷയം പോയിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയില്ല. ഈ പറയുന്ന അലിഗേഷൻസ്, ഇപ്പോൾ ഫെനി നയനാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ചാറ്റ്സ് പുറത്തുവിട്ടു. ആ സാഹചര്യത്തിൽ ഫെനി ആരോപിച്ചിട്ടുള്ള ഒരു വാചകം, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, കാരണം ഫെനി ഇതിൽ പാർട്ടാണ്, ഫെനിയെ ഇതിൽ പ്രതിചേർക്കപ്പെട്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. അതെ, അതിന്റെ അടിസ്ഥാനത്തിൽ അക്യൂസ്ഡ് ആണെന്നുള്ള രീതിയിൽ വലിയ വാർത്തകളും വന്നയാളാണ്. അപ്പോൾ അയാൾക്ക് അയാളുടെ ഭാഗം ന്യായീകരിക്കാനുള്ള അവകാശമുള്ളയാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇതിനകത്ത് പുറത്തുവിട്ട കുറച്ച് ചാറ്റ്സിനകത്ത് അയാൾ പറയുന്നത് എന്റെ ഭാഗം കേൾക്കാൻ ആരും തയ്യാറായിട്ടില്ല, ഞാൻ പലരെയും സമീപിച്ചിട്ട് ആരും കേൾക്കാൻ തയ്യാറായിട്ടില്ല, പോലും ടെലികാസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ലെന്ന് ഫേസ്ബുക്കിൽ ആരോപിക്കുന്നു. അതെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യേണ്ടി വരാം. ഇപ്പൊ നമ്മൾ ആലോചിച്ചവർ സത്യം പറഞ്ഞാൽ ഇവരെ പോലെ വിദ്യാഭ്യാസവും വിവരവും പക്വതയും നട്ടലും ഉള്ള ആളുകളെയാണ് പാർട്ടിക്ക് ആവശ്യം. അല്ലാതെ ഒരു വിവരവും വിദ്യാഭ്യാസവും നട്ടലും ഇല്ലാത്ത, ഒരു പക്വതയില്ലാത്ത, വെറും സീറോ ആയിട്ടുള്ള ആൾക്കാരെ അല്ല പാർട്ടിയിൽ ഓരോ തലപ്പത്ത് കയറ്റി ഇരുത്തേണ്ടത്, അല്ലേ? അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെല്ലാം ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.